ഫ്രണ്ട്സ്, ഇതാണ് കാലാപ്പാടി മാവ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കായ്ഫലമുള്ള ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഡ്രമ്മിൽ പ്രത്യേകിച്ച് നടാം. നല്ല ടേസ്റ്റുള്ള വെറൈറ്റി മാംഗോ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാമ്പഴം ഉണ്ടാകുമ്പം തന്നെ ഇതിലൊരു പൗഡർ കോട്ടിങ് പോലെ വരും. അതുകൊണ്ട് ഈ കായ്ച്ചയുടെ ശല്യമൊന്നുമില്ല. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ പരിപാലനമൊന്നും വേണ്ട. നടുമ്പം തന്നെ അത് വളരുമ്പം ബുഷായിട്ട് തന്നെ വരും. അപ്പം വളരെ ടേസ്റ്റുള്ളൊരു മാംഗോ വെറൈറ്റിയാണ് കാലാപ്പാടി. ആക്ച്വലി ഇത് ഞാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്തില്ല. ആൾറെഡി ഇതിന് വരുമ്പോഴേ ബുഷ് ബ്രാഞ്ചസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മാത്രം ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ടില്ല. ഞാൻ മേടിച്ച് വെച്ചതിന് ശേഷം പ്രൂൺ ചെയ്തെടുക്കും മാങ്ങ ഉണ്ടായതിന് ശേഷം. അല്ലാതെ ഇത് ബുഷാക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തെടുത്തിട്ടില്ല. നമ്മളെ വീട്ടിലുണ്ടായ കാലാപ്പാടിയുടെ കാലാപ്പാടി നമ്മളെ വീട്ടിൽ കഴിച്ചായിരുന്നു. അപ്പം ആ മാങ്ങ പറിച്ച് വെച്ചിട്ട് 2 ദിവസമായി. അതിപ്പം പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കഴിച്ച് നോക്കാം, അതിൻ്റെ റിവ്യൂ പറ്റി നോക്കാം. അപ്പോൾ നമ്മൾ ആൾറെഡി നേരത്തെ ഒരു 2-3 മാങ്ങ എടുത്ത് കഴിച്ചായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് കാലാപ്പാടി മാംഗോ. ഇതിപ്പം ഏകദേശം ഒരു 200 ഗ്രാമിന് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ പറിച്ച് വെച്ചിട്ട് 2 ദിവസമായി. അപ്പം ഏകദേശം നല്ലൊരു വിളവായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒന്ന് തൊലി കളഞ്ഞാൽ വിട്ട് നല്ലോണം പഴുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മണമുണ്ട് കേട്ടോ. തോട് ചെത്തി കളഞ്ഞിട്ട് കഴിച്ച് നോക്കാം. അപ്പം എങ്ങനെയാണ് എൻ്റെ ടേസ്റ്റ്. നല്ല കട്ടിയുണ്ട് കേട്ടോ തോരന്. അതുകൊണ്ട് പുളി ശല്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കാലാപ്പാടി മൊത്തം ചെത്തി എടുത്തിട്ടുണ്ട്. മാങ്ങ നല്ല സൈസുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. നല്ല പാകമായിട്ടുണ്ട്. കഴിച്ച് നോക്കാം. ഞങ്ങൾ ആരെന്ന് പറയുന്ന സാധനമില്ല. നല്ല ടേസ്റ്റാണ്. നല്ല മാവ് പോലെ ഇരിക്കുന്നത്. നല്ല മധുരമുണ്ട്. അപ്പം എല്ലാവരും ഇതുവരെ ആരെങ്കിലും കാലാപ്പാടി വെച്ചിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഒരു കാലാപ്പാടിയില്ല പ്ലാന്റ് വീട്ടിൽ വെച്ചു. ബെസ്റ്റാണ്. നല്ല ടേസ്റ്റുണ്ട്. നല്ല മധുരമുണ്ട്. നാരില്ല. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഒരു മാംഗോ ആണ്. മാങ്ങാണ്ടിയുടെ സൈസ് ഇത്രയേ ഉള്ളൂ. ഇതിനൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് പുഴുക്കത്തൊന്നുമില്ല.